بسم الله الرحمن الرحيم. يا طيبة يا طيبة يا دعوى العيانة تقلالي والهوى نادانا والهوى نادانا. يا طيبة يا طيبة يا دعوى العيانة تقلالي والهوى نادانا والهوى نادانا. يا طيبة يا طيبة يا دعوى العيانة تقلالي والهوى نادانا والهوى نادانا. يا طيبة يا طيبة يا دعوى العيانة. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الراحمون يرحمهم الرحمن تبارك وتعالى ارحموا من في الأرض يرحمكم من في السماء. صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതർ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകവും ഇന്ത്യ രാജ്യത്തിന്റെ സവിശേഷതയും യഥാർത്ഥത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനമാണ്. ഇന്ത്യയെപ്പോലെ എണ്ണമില്ലാത്ത മതങ്ങളും
ജാതികളും സംസ്കാരങ്ങളും വർദ്ധിച്ച മറ്റൊരു പ്രദേശമുണ്ടോ എന്ന് സംശയമാണ്. എന്നാൽ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കൊടും ഭീകരതയും തീവ്രതയുമെല്ലാം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്, പലപ്പോഴും നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് അടുക്കള മുതൽ പാർലമെന്റ് വരെ, പഞ്ചായത്ത് ഓഫീസുകളിലും മറ്റ് ഓഫീസുകളിലും ഗവൺമെന്റ് തലത്തിലും അല്ലാതെയും ഭീകരവാദം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ സ്ഫോടനങ്ങളും ഭീകരപ്രവർത്തനങ്ങളും അങ്ങിങ്ങായി നടക്കുന്നത് നാം കേൾക്കുകയാണ്. പലരും പിടിക്കപ്പെടുന്നു, പിന്നീട് നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നു, വിട്ടയക്കപ്പെടുന്നു. എന്തു പറഞ്ഞാലും ഇന്ന് എവിടെയും തീവ്രവാദത്തിന്റെ ശബ്ദം, ഭീകരതയുടെ ശബ്ദം അതില്ലെന്ന് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ മുസ്ലിം സമുദായത്തെ പരിശുദ്ധ ദീനിന്റെ ചട്ടക്കൂട്ടിൽ വളർത്തുന്നതിനു വേണ്ടി സ്ഥാപിതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയം പണ്ടൊക്കെ പ്രഖ്യാപിച്ചതാണെങ്കിലും ഒന്നുകൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെടുക, ഭീകരവാദത്തെ സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയമെന്താണ്? തീവ്രവാദം സമസ്തയുടെ നയമെന്ന് ഇത് വ്യക്തമാക്കൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകളും പ്രവർത്തകരും എല്ലാം ഒത്തുചേർന്ന് ഈ സമ്മേളനത്തിൽ സമാഗതരായിട്ടുള്ളത്, ഈ സമ്മേളനം നടത്തുന്നു. ഇവിടെ ഭാഗികമായി പലതും സംസാരിക്കാനുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വിഷയം മാത്രം സംസാരിക്കുന്നു. ശേഷം എന്റെ പിൻഗാമികൾ പ്രസംഗിക്കും. ആദ്യമായി ഭീകരതയും തീവ്രതയും ഇസ്ലാമിന് അന്യമാണ് എന്നല്ല, മനുഷ്യത്വത്തിന് നിരക്കാത്തതാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച നയം. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നയം. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകരുടെയും നയം അതാണ്. ഭീകരത പാടില്ല, തീവ്രവാദം പാടില്ല, അനുവദനീയമല്ല, അതിന് ആരെയും അനുവദിച്ചുകൂടാ. ഭീകരപ്രവർത്തനം രാജ്യത്തെയും
രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും മുഴുവൻ നന്മകളെയും നശിപ്പിക്കുകയല്ലാതെ അതുകൊണ്ട് നേട്ടം ഇല്ല. ഇതാണ് ഞങ്ങളുടെ നയം എന്ന് ഞാൻ ആദ്യമായി പറയുന്നു. അതുകൊണ്ട് തന്നെ ഭീകരതയെ നിർമ്മാർജ്ജനം ചെയ്യാൻ അല്ലെങ്കിൽ ഭീകരത കടന്നു വരാതിരിക്കാൻ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ ഈ വിഷയത്തിൽ പൂർണ്ണമായ അനുകൂല അവസ്ഥയാണ് എന്ന് ഞാൻ പ്രത്യേകമായി പറയുന്നു. ആരെങ്കിലും ഒരാൾ ഭീകരതക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കാനോ അതിനെതിരിൽ പ്രസ്താവന ഇറക്കാനോ അതിനെതിരിൽ പ്രവർത്തിക്കാനോ മുസ്ലിം ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് സുന്നികളെ ഇസ്ലാം അനുവദിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ സംഘടന അനുവദിക്കുകയില്ല. വളരെ വ്യക്തമായി ഈ കാര്യം ഏണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഗവൺമെന്റുകളോടും നമുക്ക് പറയാനുള്ളത്, ഇവിടെ ഭീകരവാദി ആര്, തീവ്രവാദി ആര് എന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഉത്തരവാദികളല്ല. അതേസമയം സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും എല്ലാ ഗവൺമെന്റുകളും ഭീകരതയെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഭീകരത നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട സൈന്യത്തിൽ പോലും ഭീകരന്മാരുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന അവസ്ഥകളാണ് ഇവിടെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ പണം, ഇന്ത്യ ഗവൺമെന്റിന്റെ പണം, മനുഷ്യരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നവർ തന്നെ ഭീകരതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായി ഗവൺമെന്റ് പരിശോധിക്കുകയും നടപടികൾ സ്വീകരിക്കണമെന്നും വേണമെന്ന് രണ്ടാമതായി ഞാൻ പറയുന്നു. മൂന്നാമതായി, മുസ്ലിം സമുദായത്തെ മാത്രം ഭീകരന്മാരായി ചിത്രീകരിച്ച് മുദ്ര കുത്താനുള്ള പ്രവണത ആരിൽ നിന്നുണ്ടായാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. മതം പഠിച്ചതിന്റെ പേരിലോ മതപ്രവർത്തകനായതിന്റെ പേരിലോ ഭീകരനായ ഒറ്റ സംഭവം പോലും ഇന്ത്യ രാജ്യത്ത് ഇന്നുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഇപ്പോൾ തന്നെ ഏതോ ചെറുപ്പക്കാരെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ക്രിമിനൽ പുള്ളികളും ചെറുപ്പം മുതൽ ജീവിതം ക്രിമിനൽ
കുറ്റത്തിന് വിധേയമാക്കപ്പെട്ടവരും മറ്റ് കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവരുമാണ് എന്ന് വ്യക്തമായി നാം പത്രത്തിൽ വായിച്ചില്ലേ? അതുകൊണ്ട് മതം പഠിച്ചിട്ട് വളരുമ്പോൾ, മതസ്ഥാപനങ്ങൾ വളരുമ്പോൾ, മദ്രസകളുണ്ടാകുമ്പോൾ, പള്ളികളുണ്ടാകുമ്പോൾ, മതസ്ഥാപനങ്ങൾ വളരുമ്പോൾ ഭീകരത വളരുമെന്ന് പറയുന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ മുസ്ലിം സമുദായം അനുവദിക്കുകയില്ല. അത് അങ്ങനെ ഡൽഹിയിൽ നിന്ന് പറഞ്ഞാലും, ഇവിടെ നിന്ന് പറഞ്ഞാലും, എവിടെ നിന്ന് പറഞ്ഞാലും ഇത് സമ്മതിച്ചു കൊടുക്കാൻ ഒരിക്കലും സാധ്യമേ അല്ല. ഇനി മുസ്ലിം ചെറുപ്പക്കാരോട്, മുസ്ലിം യുവാക്കളോട്, മുസ്ലിം വ്യക്തികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങളെ ഭീകരനാക്കാനുള്ള സാഹചര്യം ഏതെങ്കിലും സമുദായത്തിൽ നിന്നോ, ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ, ഗവൺമെന്റിൽ നിന്നോ, ഏത് ഭാഗത്തു നിന്നോ ഉണ്ടായാലും നിങ്ങൾ ഭീകരന്മാരാകരുത്. ഒരിക്കലും നിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമാവരുത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ന്യായമുണ്ട്. ഇവിടെ ഭീകരവാദികൾ ആക്കുകയാണ്, ഞങ്ങളെ ഭീകരതയിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ്, അത് കാരണക്കാരാണ് വലിയ ഉത്തരവാദി, ഞങ്ങളല്ല എന്ന് ചില ഭീകരവാദികൾ പറയാറുണ്ട്. ഇത് തികച്ചും തെറ്റ്. ഭീകരവാദത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാനോ ഭീകരത പ്രവർത്തിക്കാനോ നിങ്ങൾക്ക് കാരണമാകുമോ എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഭീകരനായതുകൊണ്ട് നിങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ കഴിയില്ല, നിങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയില്ല, രാജ്യത്തിന്റെ സമാധാനം നിലനിർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഏത് സാഹചര്യമുണ്ടായാലും മുസ്ലിം ചെറുപ്പക്കാരോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചും മറ്റ് മുഴുവൻ ജനങ്ങളോടും പൊതുവിലും പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഭീകരന്മാരാവരുതേ, ഭീകരപ്രവർത്തനത്തിലേക്ക് പോകരുത്. അതൊരു ഹോബിയായി കരുതി അവിടെയും ഇവിടെയും അടിച്ച് പൊട്ടിച്ച് നടക്കുന്നത് ഒരു ഹോബിയായി ചിലപ്പോൾ പിശാച് നിങ്ങൾക്ക് തോൽപ്പിച്ച് കളയാം. അതിൽ നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്. കാരണം നമ്മുടെ മാതൃക പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ വലിയ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും മാതൃകയുണ്ട്. മുഴുവൻ വിഷയത്തിലും പ്രവാചകരായ മുഹമ്മദ് നബിയിൽ നമുക്ക് മാതൃകയുണ്ട്. ജനങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണ് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചില്ലേ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, തങ്ങൾ അഖില ലോകത്തിനും അല്ലാഹു തആല റഹ്മത്തായി അയച്ച വ്യക്തിയുടെ കാരണത്താൽ ലിന്തലഹും, ഓ നബിയെ, തങ്ങൾ ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റഹ്മത്തുൽ ലിൽ ആലമീൻ, അഖില ലോകത്തിനും റഹ്മത്ത്. മനുഷ്യർക്ക് റഹ്മത്ത്, മനുഷ്യരല്ലാത്തവർക്കും റഹ്മത്ത്, മുസ്ലിംകൾക്ക് റഹ്മത്ത്, ഹൈന്ദവർക്ക് റഹ്മത്ത്,
എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും റഹ്മത്ത്. അങ്ങനെ അഖില ലോകത്തിനും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ അങ്ങയോട് പറഞ്ഞത്. അതാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് വബികൗലിക റഹ്മത്തൻ ലിൽ ആലമീന മിനല്ലാഹ്, തങ്ങൾ അഖില ലോകത്തിനും റഹ്മത്തായി അയക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് ലിൻതലഹും, ഓ നബിയെ, തങ്ങൾ ജനങ്ങളോട് വളരെ വിനയത്തിലാണ് ബന്ധപ്പെട്ടത്. വലൗ കുന്ത ഫവ്വൻ ഗലീദൽ ഖൽബി ലം ഫവ്വു മിൻ ഹൗലിക, മറിച്ച് അങ്ങയുടെ സ്വഭാവം കടുത്ത സ്വഭാവമായിരുന്നുവെങ്കിൽ, അങ്ങൊരു ഭീകരവാദിയായിരുന്നുവെങ്കിൽ, തീവ്രവാദിയായിരുന്നുവെങ്കിൽ, ലം ഫവ്വു മിൻ ഹൗലിക, ജനങ്ങൾ തങ്ങളോട് അടുത്തു വരുമായിരുന്നില്ല. ഇസ്ലാമിലേക്ക് ജനങ്ങൾ അടുത്തു വരുമായിരുന്നില്ല. ജനങ്ങൾ തങ്ങളുമായി അകത്തകത്ത് പോകുമായിരുന്നു. ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വന്നത് അങ്ങയുടെ സൽസ്വഭാവം കൊണ്ടാണ്, അങ്ങയുടെ വിനയം കൊണ്ടാണ്. എല്ലാ ശത്രുക്കളോടും സൽസ്വഭാവം, എല്ലാ വ്യക്തികളോടും സൽസ്വഭാവം. നിങ്ങൾ കണ്ടില്ലേ, ഒരാൾ നബി തങ്ങളുടെ ഹദ്റത്തിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം നബി തങ്ങളെ കൊല്ലാൻ പ്രഖ്യാപിക്കുകയും കൊല്ലുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തിയാണ്. നബി തങ്ങളെ എപ്പോഴും ചീത്ത പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തി നേരെ അങ്ങയുടെ വീട്ടിലേക്ക് വരുന്നു. വരുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കൂടെയുള്ള സഹാബികൾക്ക് അയാളെ ചെറുതായൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. നമ്മളെ കഠിന വിരോധി, നമ്മുടെ ശത്രു, നമ്മളെ കൊല്ലാൻ നടക്കുന്ന വ്യക്തി ആണ് ആ വരുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു. എന്താണ് വന്നതെന്ന് ചോദിച്ചു. എന്തോ ചില വാക്കുകൾ അദ്ദേഹം ചോദിച്ചു. അത് ശ്രദ്ധിച്ച് കേട്ടു. വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് തിരിച്ചുപോയി. സഹാബികൾ ചോദിക്കുന്നു, അല്ലയോ ഹബീബ്, തങ്ങളെ കൊല്ലാൻ പ്രഖ്യാപിച്ച, തങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, തങ്ങളെ കൊല്ലുന്നവർക്ക് ഇനാമ് പ്രഖ്യാപിച്ച ആ വ്യക്തിയോട് ഇത്രയും വലിയ സ്വഭാവം എന്തിനാണ് തങ്ങൾ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവരൊന്ന് പറഞ്ഞു, എന്റെ വീട്ടിലേക്കാണ് കടന്നു വന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ സ്വീകരിക്കൽ വീട്ടുകാരന്റെ കർത്തവ്യമാണ്. ആ നിലക്ക് ഞാൻ അദ്ദേഹത്തെ ആദരിച്ചതാണ് എന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വ്യക്തിയത തിരിച്ചു വരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ്, ഇസ്ലാമിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരും. എന്താണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽസ്വഭാവം, അവിടുത്തെ വിനയം, അവിടുത്തെ ഏറ്റവും വലിയ മഹത്വമേറിയ ആ സ്വഭാവം, അവിടുത്തെ പുഞ്ചിരി, അവിടുത്തെ സ്വീകരണം, അത് കണ്ട് ആകർഷകനായി ആ വ്യക്തിയത ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നു. അങ്ങനെ എത്രയെത്ര സംഭവം, എത്രയെത്ര സംഭവം. പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പോയി. മക്കയിൽ എല്ലാവിധ എതിർപ്പുകളും ശത്രുക്കൾ ചെയ്തു, കൊല്ലാൻ തീരുമാനിച്ചു, മീറ്റിംഗ് കൂടി പ്രഖ്യാപിച്ചു. ഇതെല്ലാമായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ കൽപ്പനയായി. ആ കൽപ്പന പ്രകാരം മദീനയിൽ ചെന്നു. മദീനക്കാർ സ്വാഗതം ചെയ്തു. ജാഅ മുഹമ്മദ്
جاء رسول الله جاء محمد الله أكبر جاء محمد جاء نبي الله الله أكبر جاء محمد جاء حبيب الله മദീനയിലെ ജനങ്ങൾ ഏറ്റവും വലിയ വിനയത്തിന്റെ വാക്കായ തക്ബീർ ധ്വനി മുഴക്കിക്കൊണ്ട് അതാ റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നു. ആ നാട്ടുകാർ മുഴുവനും സ്വീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വരുന്നതിന്റെ 700 കൊല്ലം മുമ്പ് നബി തങ്ങൾക്ക് വേണ്ടി യമനിലെ രാജാവ് നിർമ്മിച്ചു വച്ച വീട്ടിൽ അതിന്റെ കൈകാര്യക്കാരനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നബി തങ്ങൾ താമസിക്കുന്നു. മദീനയിൽ വലിയ സ്വീകരണം. മദീനയിൽ എല്ലാ ജനങ്ങളും പല അൽബദ്റു ചൊല്ലിക്കൊണ്ട് സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ച് മദീനയിൽ ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തതിനൊക്കെ ജീവിക്കുമ്പോൾ പരിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യാൻ വേണ്ടി ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട നബി തങ്ങളെ വഴിയിൽ നിന്ന് മടക്കി അയച്ചില്ലേ ശത്രുക്കൾ? ഈ വർഷം ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അടുത്ത വർഷം വരാം. വന്ന് ഉംറ ചെയ്താൽ 3 ദിവസം കൊണ്ട് തിരിച്ചു പോകണം എന്ന് തുടങ്ങിയ ഒരുപാട് നിബന്ധനകൾ വെച്ചുകൊണ്ട് ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ ഏറ്റവും വലിയ കഠിനമായ വിരോധമുള്ള വ്യക്തി പിന്നീട് മക്കയിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ന് ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് ഖുർആൻ പഠിപ്പിച്ചതുപോലെ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായിട്ടാണ്. ഇവിടെ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയില്ല. ഏത് ഭരണാധികാരികൾക്കും പ്രതിപക്ഷമുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് വന്നപ്പോൾ പ്രതിപക്ഷമേ ഇല്ല. ഒരു കുട്ടി പോലും പ്രതിപക്ഷമില്ല. അങ്ങനെ പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുമ്പോൾ പണ്ട് നബി തങ്ങളോട് ശത്രുത കാണിച്ചവർ, നാടുകടക്കണമെന്ന് പറഞ്ഞവർ, കൊല്ലാൻ ശ്രമിച്ചവർ അവരോട് ഒറ്റ പ്രഖ്യാപനം നടത്തുന്നു. ഇൻതലിഖൂ ഇദ്ഹബൂ വഅൻതും തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങളെല്ലാം മോചിതരാണ്, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് സമാധാനമാണ് പഠിപ്പിച്ചത്. ഈ ലോകത്ത് ശത്രുത പഠിപ്പിച്ചിട്ടില്ല, ഭീകരത പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 10 ലക്ഷം ഹദീസ് ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പോലുള്ളവർ ഇവിടെ 10 ലക്ഷം ഹദീസ് പഠിപ്പിച്ചപ്പോൾ ആ ഹദീസിൽ വെച്ച് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്ന ഹദീസ് സർവ മുഹദ്ദിസുകളും ആദ്യമായി അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ്, എന്റെ ശബ്ദം കേൾക്കുന്ന അമുസ്ലിമീങ്ങൾ എവിടെയുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് വിനയത്തോടെ ഞാൻ പറയുന്നു. മുസ്ലിം പണ്ഡിതന്മാർ അവരുടെ കോളേജുകളിൽ, അവരുടെ മദ്രസകളിൽ, അവരുടെ ദർസുകളിൽ, അവരുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ലക്ഷക്കണക്കായ നബിവചനങ്ങളിൽ ആദ്യമായി പഠിപ്പിക്കുന്നത് അർറഹിമൂന യർഹമുഹുർ റഹ്മാൻ. കണ്ടോ, പരസ്പരം കൃപ ചെയ്യുന്നവർ, പരസ്പരം കരുണ ചെയ്യുന്നവർ, പരസ്പരം സ്നേഹം കാണിക്കുന്നവർ, യർഹമുഹുർ റഹ്മാൻ, അല്ലാഹു തആല അവർക്ക് ഗുണം ചെയ്യും.
എന്നിട്ട് പറയുന്ന വാക്കാണ് വളരെ ശ്രദ്ധേയം. ഇർഹമൂ മൻ ഫിൽ അർളി. ശ്രദ്ധിക്കൂ, ഇർഹമൂ മൻ ഫിൽ അർളി. അതുകൊണ്ട് ജനങ്ങളെ, ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും നിങ്ങൾ കൃപ കാണിക്കുക. ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നിങ്ങൾ കരുണ ചെയ്യുക. എന്നാൽ യർഹംകും മൻ ഫിസ് സമാഇ. വാനലോകത്ത് സ്ഥിതി ചെയ്യുന്ന കോടിക്കണക്കായ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും എന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ അനുയായികൾക്ക്, മുസ്ലിം സമുദായത്തിന് ഒരിക്കലും ഭീകരവാദം പാടില്ല, തീവ്രത പാടില്ല. പിന്നെ ജിഹാദ്, ഇവിടെ ജിഹാദിന്റെ പ്രഖ്യാപനവുമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ജിഹാദ് എന്താണ് എന്നും ജിഹാദ് എന്ന പദത്തിന്റെ ഉദ്ദേശം എന്താണെന്നും എന്റെ ശേഷം വരുന്ന പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിങ്ങളോട് സംസാരിക്കും. ബദർ, ഉഹദ്, ഹുനൈൻ, ഖന്തക്ക്, ഇങ്ങനെ ചില യുദ്ധങ്ങൾ ഇസ്ലാമിന്റെ ആളുകൾ, മുസ്ലിം സമുദായം നടത്തിയിട്ടുണ്ട്. ഇത് ഭീകരതയല്ലേ എന്ന് പറഞ്ഞു വരുത്തുന്ന ചിലരുണ്ട്. ഇത് ഖുർആൻ പറഞ്ഞ ഒറ്റ വാക്കിന്റെ അർത്ഥം നിങ്ങളെ കേൾപ്പിച്ച് ഞാൻ തന്നു. സൂറത്തു തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ തുഖാതിലൂന ഖൗമൻ നഖസു അയ്മാനഹും വഹമ്മു ബിഇഖ്റാജിർ റസൂലി വഹും ബദഊകും അവ്വല മർറ. ബദർ യുദ്ധമല്ലേ ഏറ്റവും വലിയ യുദ്ധം. ആ യുദ്ധത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താ ഖുർആൻ പഠിപ്പിച്ചത്? പരിശുദ്ധ മക്കയിൽ ജനിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മക്കയിൽ തന്നെയാണ് ശത്രുവായ അബൂജഹലും ജനിച്ചത്. അബൂജഹൽ അവന്റെ ശിർക്ക് വാദം അവിടെ ഉന്നയിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ തൗഹീദ് ഉന്നയിക്കാൻ തീർച്ചയായും അധികാരമുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അതിമനോഹരമായ ഭരണഘടന എന്താണ് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എല്ലാ ജാതി മതങ്ങൾക്കും അവരുടെ മതവും ജാതിയും നിലനിർത്തി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താമെന്നല്ലേ? മറ്റു മതക്കാരെ ഹനിക്കാതെ, മറ്റു മതങ്ങളെ എതിർക്കാതെ, മറ്റു മതങ്ങളെ പരിഹസിക്കാതെ ഓരോരുത്തരും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അതല്ലേ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നത്? സ്വാഭാവികമായും അങ്ങനെയാണ്. ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും ഇന്ത്യയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ആശയം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ മക്കയിൽ ജനിച്ച എല്ലാവർക്കും അവരുടെ ആശയം പറയാൻ അധികാരമുണ്ട്. എന്നാൽ അബൂജഹലിന്റെ ശിർക്ക് ഒരു ഭാഗത്ത് അബൂജഹലും അബൂലഹബും അക്ബത്തും ശൈബത്തും പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരായി തൗഹീദ് എന്ന ശബ്ദം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ശബ്ദം ഉച്ചരിക്കുകയാണ് മുഹമ്മദ് നബി ചെയ്തത്. മുഹമ്മദ് നബി ജനിച്ച നാട് മക്കയാണ് എന്ന നിലക്ക് ആ മുഹമ്മദ് നബിക്ക് അവിടുത്തെ ആശയം പറയാൻ അധികാരമുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്തു?
അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചു. നഖസു ഐമാനഹും, അവരുടെ ഉടമ്പടികൾ അവർ പൊളിച്ചു. വഹമ്മൂ ബിഇഖ്റാജിർ റസൂലി, റസൂലിന് ഇവിടെ തൗഹീദ് പറയാൻ സമ്മതിക്കില്ല. മുഹമ്മദ് നബിക്ക് തൗഹീദ് പറയാൻ അധികാരമില്ല. അതുകൊണ്ട് നാടുകടത്തണമെന്ന് അവർ തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, വഹും വദഊക്കും അവ്വല മറ, ആദ്യമായി യുദ്ധം തുടങ്ങിയത് മക്കയിലെ മുശ്രിക്കുകളാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആദ്യമായി യുദ്ധം തുടങ്ങിയ മക്ക മുശ്രിക്കുകളോട് ഡിഫൻസ് എന്ന നിലക്ക്, അതിന്റെ പ്രതിരോധം എന്ന നിലക്കാണ് ബദർ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതെന്ന് ഈ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കക്ഷിയെയും വെറുതെ ആക്രമിക്കാൻ പോയിട്ടില്ല, ആരെയും ആട്ടിയോടിക്കാൻ പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കാതിരുന്നപ്പോൾ, അതിനെ ചോദ്യം ചെയ്തപ്പോൾ, നബിതങ്ങളെ നാടുകടത്തണമെന്ന് പറഞ്ഞപ്പോൾ, നബിതങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ, മാത്രമല്ല യുദ്ധത്തിന്റെ തുടക്കം മറുഭാഗത്തുനിന്നും തുടങ്ങുകയും ചെയ്തപ്പോൾ മാത്രമാണ് മുഹമ്മദ് നബി യുദ്ധം ചെയ്തിട്ടുള്ളത് എന്നുകൂടി എന്റെ ശബ്ദം കേൾക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മുസ്ലിമീങ്ങളല്ലാത്തവരും മുസ്ലിമീങ്ങളുമെല്ലാം മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും മുഹമ്മദ് നബിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന് പരിശുദ്ധ ഖുർആനോ ഇവിടെ ഒരിക്കലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഭീകരവാദത്തെ അനുവദിച്ചിട്ടില്ല, തീവ്രതയ്ക്ക് അനുവാദം നൽകിയിട്ടില്ല. മറിച്ച് നിങ്ങൾ തീവ്രവാദികളാവരുത്, ഭീകരവാദികളാവരുത്, നിങ്ങളെപ്പോഴും സമാധാനത്തിലും സഹിഷ്ണുതയിലും മൈത്രിയിലും ജീവിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. അതാണ് ഇസ്ലാമിന്റെ സന്ദേശം. ആ സന്ദേശമാണ് ഇവിടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നയം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പറയാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു, ഇസ്ലാമിന്റെ തത്വസംഹിതകളിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നു. രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നതാണ്. എല്ലാതരം ഭീകര വർഗീയ ചിന്തകളെയും ഞങ്ങൾ നിസ്സങ്കോചം തള്ളിക്കളയുന്നു. വിധ്വംസക ശക്തികൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾ വിധേയപ്പെടുകയില്ല. ഇസ്ലാമിന്റെ പേരിൽ ഭീകരത പ്രചരിപ്പിക്കുന്നവരെ ഞങ്ങൾ നിരാകരിക്കുന്നു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന വിഘടന വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ ഞങ്ങൾ സദാ ജാഗരൂകരായിരിക്കും. മനുഷ്യരുടെ സ്വസ്ഥതക്കും സമാധാനത്തിനും മേൽ കടന്നാക്രമണം നടത്തുന്ന തീവ്രവാദ ശക്തികൾക്കെതിരെ
വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനത്തിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹുവിനെയും അവന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സാക്ഷി നിർത്തിയാണ് ഞങ്ങൾ ഈ പ്രതിജ്ഞയെടുക്കുന്നത്. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ഐക്യത്തോടെ സൗഹൃദത്തോടെ മതമൈത്രിയോടെ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാ ഖൈറും ബറക്കത്തും ചൊരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോയ ആളുകൾ, ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളടക്കം ഹജ്ജിന് പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു എളുപ്പം ചെയ്തു കൊടുക്കുമാറാകട്ടെ. ഇനി പോകാനുള്ളവർക്കും അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ